ഇതാണ് ഈമാൻ. ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബു ഉബൈദത്തു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹുവിനെ കുറിച്ച്. അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അമീൻ എന്നുള്ളതിന് വേണമെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാം. അബു ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബു ഉബൈദ ഈ ഉമ്മത്തിന്റെ സെക്രട്ടറി ആകുന്നു. പുന്നാര നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ അബൂ ഉബൈദന്റെ പ്രത്യേകത? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി വന്നു. ശത്രുക്കൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മറ്റൊരു പക്ഷത്തും അണിനിരന്നിരിക്കുന്നു. ശത്രുപക്ഷത്തെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ജറാഹുണ്ട്, മുസ്ലിം പക്ഷത്ത് അബൂ ഉബൈദയും ഉണ്ട്. വാപ്പാക്ക് തോന്നി ചെക്കനട് കിട്ടിയ തിരക്കടില്ല എന്ന് തോന്നി, ഒരു കൈ നോക്കാലോ എന്ന് തോന്നി. ഇത് മനസ്സിലാക്കിയ അബൂ ഉബൈദ മെല്ലെ അങ്ങോട്ട് മാറിന്നു, വാപ്പാനേറ്റ് വേണ്ടാന്ന് വിചാരിച്ചു. ജറാഹ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ആ മറവില് നിക്കണ ഓനണ്ട് ഇറക്കിയായിരുന്നു. അവിടെ ആ മാറി നിക്കണ ഒരു ചങ്ങായില്ലേ, ആ തെങ്ങിന്റെ മറവില് ഓനങ്ങട്ട് ഇറക്കിയായിരുന്നു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒന്നും കൂടിയാണ് മാറി. ഇനിയിപ്പോ വാപ്പാനേറ്റ് നോക്കാനാവൂല എഴുതിയിട്ട് അതിൽ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ എന്റെ വാപ്പ എന്ന് പറഞ്ഞു മൂപ്പര്, വാപ്പാനെ വിളിച്ചിറങ്ങുമെന്ന് എഴുതിയിട്ട്. അബൂ ഉബൈദ വിചാരിച്ചു സംഗതി ഇപ്പൊ എന്റെ വാപ്പാനെയാണ് വിളിച്ചയച്ചാലും ആള് മൂപ്പരനല്ലേ, ഇറങ്ങാനാവൂല തീരുമാനിച്ചു അവിടെ തന്നെ അന്ന്. അതിൽ ഉമ്മാനെ ചീത്തറിഞ്ഞു, എന്റെ ഉമ്മ തള്ളാന്നൊക്കെ പറഞ്ഞു. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിചാരിച്ചു സംഗതി ഇപ്പൊ എന്റെ ഉമ്മാനെ പറഞ്ഞാലും മൂപ്പര പെണ്ണുങ്ങളാണല്ലോ, പറഞ്ഞോട്ടെ വിചാരിച്ച് ഇറങ്ങിയില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയതേ ഉള്ളൂ. അബൂ ഉബൈദ ഒരു ചാട്ടം ചാടുന്നത് കണ്ടു. പിന്നീട് നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിലുണ്ട് വാപ്പയായ ജറാഹിന്റെ തല. അപ്പ പറഞ്ഞതാണ് അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ അമീനാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു. ജോർഡാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ ഖബറുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോ രിദ്ദത്തിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ഖൽബിൽ നിസാരമാവൽ. ലോകത്ത് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ നൽകിയിട്ടുണ്ടോ ആ നിഅമത്ത് മുഴുവനും പുന്നാര നബിനെ കൊണ്ട് കിട്ടിയതാണ്. അല്ലാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല, നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഞമ്മക്ക് തന്നതാണ്. അല്ലാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല, ഖുർആൻ അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമുക്ക് തന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ലോകത്ത് എന്തെല്ലാം ഫളായിലുണ്ടോ ആ ഫളായിൽ മുഴുവൻ നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയുടെ ഫളായിൽ എന്താ? മുഹമ്മദ് നബിയുടെ ഫളായില്. തിങ്കളാഴ്ചയുടെ ഫളീലത്ത് എന്താ? മുത്തുനബിയുടെ ഫളീലത്ത് തന്നെ. ഈ സ്ഥാപനത്തിന്റെ ഫളായിൽ എന്താ? പുണ്യനബിയുടെ ഫളായില്. സാലിം വൈസിക്ക് എന്തെങ്കിലും ഫളായിലുണ്ടെങ്കിൽ അത് മുത്തുനബിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം ഫളായിലുകളുണ്ടോ ആ ഫളായിൽ മുഴുവനും നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ്. എന്നതൊന്നും അള്ളാഹു തആല നമുക്ക് തന്നതല്ല. ഞമ്മക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ നബി തങ്ങൾക്ക് കൊടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നിയമത്തെ നമുക്ക് തന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഒറ്റ റഹ്മത്താണ് നമുക്ക് തന്നത്, ഒറ്റ നിഅമത്താണ് തന്നത്, ഒറ്റ ബറക്കത്താണ് നമുക്ക് തന്നത്. ബാക്കിയൊക്കെ ആ ബറക്കത്തോണ്ടുണ്ടായതാണ്, ബാക്കിയെല്ലാം ആ നിഅമത്തോണ്ടുണ്ടാക്കിയതാണ്.
ബാക്കിയെല്ലാം ആ റഹ്മത്തോണ്ടുണ്ടായതാണ്. അന്ത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റബു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ നബ്തഹി والحبيب الأقربي أنت أم أم أب ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبتهي والحبيب الأربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب الأربي ارتكبت على الخطا غير حسر وأداد لك أشكو فيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب الأربي. ബക്കറ്റ് വരുന്നുണ്ട് സംഘാടകര്. കായ് കൊടുക്കണം. ഇടുക്കി പൈസ എടുക്കി. പൈസ കായ് പറഞ്ഞ മനസ്സിലായില്ലേ? പൈസ ബക്കറ്റേറ്റ് വരും. എല്ലാവരും കൊടുക്കിട്ടോ. എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. ബാക്കി പോയത് പിടിച്ചോളൂ. ഓനെ കൊടുത്താളി. പിരിവിന്റെ വയലില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിരിവിന്റെ വയല് പറഞ്ഞാല് ഇതുവരെ പറഞ്ഞതൊക്കെ അതിനാണെന്ന് തോന്നും. അതാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതാണ് അതുകൊണ്ടാണ് പിരിവിന്റെ വയലില്ല പറഞ്ഞത്. എന്നാലും നിങ്ങളൊക്കെ ഇവിടെ കുറച്ച് ചെലവുകളും കാര്യമൊക്കെ ഉണ്ടല്ലോ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സ്ഥാപനത്തിനാണ്. അപ്പൊ കൊടുക്കുക എല്ലാവരും. അതിനനുസരിച്ച് കൊടുക്കും. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഖൽബിന്റെ ഭാഗമാണ്. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ അടങ്ങാറാക്കിയ ഒരാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന ആള്. എന്നാലോ എല്ലാ കാര്യങ്ങൾക്കും മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാവും. 5 വക്തിനും പള്ളിക്ക് വരും. യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും. നബിതങ്ങളും സഹാബത്തും അതിൽ വൈക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഉണ്ടാവും. 30 മണിയെട്ടിങ്ങാണ്ട് എല്ലായിടത്തും കൊണ്ടുപോകും. ആള് മുനാഫിക്കാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. അത് ഈ ആള്. അതേ ആള് ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പ്രധാനിയാണ്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് 10-14 ദിവസം മുഅ്മിനീങ്ങൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ലോക്ക്ഡൌൺ ആയിരുന്നു. അവിടെ കച്ചവടമൊന്നുമില്ല. പീടികളില് അങ്ങാടിയിൽ മുഅ്മിനീങ്ങളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ എല്ലാവർക്കും വിഷമായി. പൊന്നാര നബി തങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ദിവസം വീട്ടിലേക്ക് പോണില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തീരുമാനം അറിഞ്ഞിട്ട് പോകാന്ന് കരുതിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. തീരുമാനം അറിഞ്ഞില്ല, പോണില്ല. അസർ നിസ്കാരം കഴിഞ്ഞാല് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടിന്റെ അടുത്ത് കൂടെ ഒന്നിങ്ങനെ പോകും. അപ്പോൾ വേലക്കാരിയെ കാണും. വേലക്കാരിയോട് വീട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും.
ഇല്ല എന്ന് പറയും, അങ്ങനെ തന്നെ പോരും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആയിഷ ബീവി കുറ്റവിമുക്തയായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നബിതങ്ങൾക്കും സഹാബത്തിനും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കൂടെയുള്ള ആളാണ്. കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ആ നിലക്കാണ് കരുതായിരുന്നു. ഇത് ഉള്ളിലുണ്ട്, എന്നാലോ എല്ലാ സംഗതിക്കും ഇടങ്കോലിട്ട് വേണ്ടതാണ്. അതാണ് ഇയാള്. എന്നാൽ നബിതങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ മുനാഫിഖാണ് എന്ന് അറിയാമെങ്കിലും ആരോടും പറയില്ല, ഒരാളോടും പറയില്ല. KL 18 6986 എന്ന വാഹനം ഇറ്റിയോസ് ഒന്ന് മാറ്റി കൊടുക്കണമെന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ വിഷയം ആരോടും പറയില്ല. അപൂർവമായിട്ട് സ്വകാര്യത്തിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരിക്കലും മദീനത്തെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായി. ഒരിക്കല് മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് റളിയല്ലാഹു അൻഹു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നിങ്ങളെ റേഞ്ചൊക്കെ പോയി എന്ന് ഞാൻ ആലോചിക്കണം. പിടുത്തം വിട്ടല്ലോ. എന്താ ഉണ്ടായി? അതിനകത്ത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്തേ? ഇനിയിപ്പോ തിരിച്ചു വരാൻ എന്താ ചെയ്യാ? അന്ത ഉമ്മുൻ അമ്മാബു അല്ലേ ഒരേക്കാരം. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സഹാബത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മുനാഫിക്കുകളുടെ പേര് ഹഫ്സ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വർത്താനം അങ്ങോട്ട് പറഞ്ഞു മുഴുവനായില്ല. പിന്നെ നോക്കുമ്പോ ഉമർ ഖത്താബിനെ കാണാൻ കൂടെ ഉണ്ടായിരുന്നു. എവിടേക്ക് പോയി എന്നോ കാണാനില്ല. മൂപ്പര് വേഗത്തിൽ ഹഫ്സ ബീവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ മദീനത്തെ മുനാഫിക്കുകളുടെ ലീസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് കേട്ടു, അതൊന്ന് തരുമോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി പറഞ്ഞു തരൂല. ഞാൻ മൊബൈലിൽ ഒന്ന് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് തരണ്ട, അവിടെ പിടിച്ചാ മതി എന്നിങ്ങനെ. തരൂല ഒരു നിലക്കും കിട്ടൂല എന്ന് കണ്ടപ്പോ അവസാനം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളിയാ. അപ്പൊ ചോദിച്ചു, അതിൽ എന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇല്ലായിരുന്നു. എന്നാ എനിക്ക് ആ ലിസ്റ്റ് വേണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് അത് തെരഞ്ഞു പോയത് അതിൽ ആരൊക്കെ ഉള്ളത് നോക്കാനല്ല, മൂപ്പരെ പേര് അതിലുണ്ടോ നോക്കാനാ. നമ്മൾ ഒരു തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാല്, നമുക്ക് നമ്മളെ കാര്യത്തിൽ വലിയ ധൈര്യമാണ്, അവർക്ക് അവരുടെ കാര്യത്തിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് നമ്മളെന്തായാലും സ്വർഗത്തിലാണല്ലോ. പിന്നെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഒരു നിലക്കും പോവില്ല. കുഞ്ഞഹമ്മദ് സ്വർഗത്തേക്കുള്ള സാധ്യതയില്ല. ഗഫൂർ ഒരമ്മനെ തച്ചില്ല, പിന്നെ എങ്ങനെ പോവാ? പിന്നെ ആരാ ഉള്ളത്? പിന്നെ സത്താർ അറബിനെ പറ്റിച്ചു പോകുന്നതല്ലേ മുമ്പ്. പിന്നെ ആരാ പോകാനുള്ളത്? ബഹുമാനപ്പെട്ട ഞാനവർകൾ ഒരാരാ പോകാനുള്ളത്? ഇതൊക്കെ അറിയാം നമ്മളെ കൽബ്. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നമ്മളെ കൽബ് ഉണ്ടായത്. പക്ഷെ സ്വഹാബത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത, ഓൽക്ക് വേറെയുള്ള ഓരോ കാര്യത്തിലും പേടിയില്ല, ഓൽക്ക് ഓരോ കാര്യത്തിലെ പേടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞ ആരാ? ഉമറെ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ നബിയാണല്ലോ സ്വർഗമുണ്ട് എന്ന് തന്നെ പറഞ്ഞ ആള്. സ്വർഗമുണ്ട് എന്ന് വേറൊരാളും, ഉമറെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് വേറൊരാളും പറഞ്ഞതല്ല. സ്വർഗമുണ്ടെന്ന് ആരാണോ പറഞ്ഞത് ആ ആള് തന്നെയാണ് ഉമറും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളാണ്.
ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ وبسيد الصديق ثم بسيدي زوج وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء. ഞാന് നല്ല മിഞ്ഞാന്ന് പൊന്മള ഫരീദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയായിരുന്നു. അപ്പോ അനുസ്മരണ പ്രഭാഷണത്തിന് പോയി. പൊന്മല ഫരീദ് ഉസ്താദ് സുയൂഫുൻ നസ്ർ എന്ന് പറഞ്ഞ ഈ ബൈത്ത് ബദർ ബൈത്ത് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എന്നാണ്. പൊന്മല ഫരീദ് ഉസ്താദിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് ഇപ്പൊ ഓർമ്മ രണ്ടായ കാരണം. എല്ലാ റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ മൗലിദിനും പുതിയ തുണിയും കുപ്പായം ധരിക്കുമായിരുന്നു എന്നതാണ്. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാനുണ്ടായ കാരണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താബിഈയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വസിയത്തായിട്ട് ഏൽപ്പിച്ചു. ഉമറെ, നിങ്ങളുടെ ഭരണകാലത്ത് ഖറൻ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന ഒരാളുണ്ടാവും. അയാളെ കൊണ്ട് ദുആ ചെയ്യിക്കണേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. എന്താ ഉവൈസുൽ ഖർനിയുടെ പ്രത്യേകത? ആശിഖാൻ. ആശിഖിന്റെ നാവിന് അസർ ഉണ്ടാകുമെന്നാണ്. പൊന്മള ഫരീദ് ഉസ്താദിന്റെ മുഷാവറ പറയാണ്. പൊന്മള ഫരീദ് ഉസ്താദ് നിങ്ങളൊക്കെ അറിയാലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്നു പൊന്മള ഫരീദ് ഉസ്താദ്. ഒരുപാട് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയ വലിയ മുദരിസ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ദർസിലുള്ള ആളുകളുടെ സംഘം വരുന്നു. ഒരു ഓഡിറ്റോറിയം നിറയെ മുത്തല്ലിമീങ്ങളുണ്ട്. ഇന്നും വളരെ ഉഷാറായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുദരിസാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുള്ള പലരും മുദരിസുമാരാണ്. ഇൽമിന് ഖിദ്മത്തെടുത്ത വലിയൊരു മനുഷ്യൻ. അതിപ്പോ ഞാൻ സമസ്തയിലെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മള് മരിക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം വേണ്ടി വരക്കുന്ന ആൾക്കാരാണല്ലോ. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ മൗത്താവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഗ്രഹിക്കുന്നത്. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ്, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് വഫാത്താവുന്നത്. അപ്പൊ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഫരീദ് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ള കാരണം, റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ മൗലിദിന് പോകുമ്പോ പുതിയ തുണിയും കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. അപ്പൊ അതിനോട് അത്രയും വലിയ മഹബത്ത്. അതുകൊണ്ട് തന്നെ നാവിന് വലിയ അസറാണ്. ആശിഖുകളുടെ നാവിന് വലിയ അസർ ഉണ്ടായിരിക്കും. അപ്പോ എന്താ പറയാൻ കാരണം എന്നറിയില്ല. എന്തായാലും ഉമർ ഖത്താബ് എന്താ പറയാൻ പോയ നമ്മള് മുനാഫിഖ് ആ ബെയ്ത്തല്ലേ, ആ ബെയ്ത്ത് കിട്ടാതായപ്പോ പരിസ്ഥിതിനെ ഓർമ്മ വന്നതാ. അങ്ങനെ ചിലത് കിട്ടിയാലാണ് ആളെ ഓർമ്മ വരിക, ചിലത് കിട്ടാൻ ഓർമ്മ വരും. ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعيدهم ذي المجد والآلاء وبابن عوف من سما فالك العلا
وابن عبيدة سيد الأمناء أمن علي بتوبة مقبولة تمحو بها عني عظيم خطائي هم أهل بدر لا يضام محبهم فبحقهم اقبل جميع دعائي. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരാണ് ആൾക്കാർ. ഈ 10 ആൾക്കാർക്ക് സ്വർഗം ഉണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരോട്ടൊന്നല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞത്? ഒരിക്കൽ മുസ്തഫ നബി തങ്ങൾ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബ, സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ 8ഉം കൂടി ആർക്കേലും തുറക്കു ചോദിച്ചു. ആന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മൂപ്പര കാര്യത്തിലാണ് പേടി ഉണ്ടായത്. ആ വർത്താനൊക്കെ നമ്മളോടാ പറഞ്ഞേക്കണേ വെച്ചാൽ എന്തേക്കാര അവസ്ഥ. നമ്മളാണ് ഇപ്പൊ മിറാജിന് പോയി വന്നതെന്ന് വിചാരിച്ചു നോക്കാണ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയത് ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. 20 കൊല്ലം മുമ്പ് പോയതാണ് ഹജ്ജിന്. ഇപ്പോഴും വർത്താനം തുടങ്ങിയാല് അബൂജാലിന്റെ കക്കൂസിന്റെ അവിടെ നിന്നാ തുടങ്ങുന്ന വർത്താനം. ഉമ്മറൊക്കെ വന്നപ്പോ ഒരു പാകിസ്ഥാനി ഒരു പോലീസുകാരനോട് അബൂജാലിന്റെ കക്കൂസ് ചോദിക്കുന്നുണ്ട്. ഓർക്ക് എന്താ അബൂജാലിന്റെ കക്കൂസ്? അപ്പൊ അങ്ങനെ എന്തായാലും ആട്ടെ. ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവത്തിൽ ഏറ്റവും മനസ്സ് തട്ടിയൊരു സംഭവം ഉണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കണ്ടു. മദീനയിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു തോട്ടമുണ്ട്, ഒരു ഈത്തപ്പനത്തോട്ടം. മുബരെ പേരിലുള്ള തോട്ടാണ് എന്നേ ഉള്ളൂ. ആ ഈത്തപ്പന ഉണ്ടാവില്ല, കാരണം ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷ കാലാവധി ഉള്ളൂ എന്നാണ്. സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനായ അടിമയാണ്. ലോക ചരിത്രത്തിലെ വിപ്ലവം സൃഷ്ടിച്ചത് 2 അടിമകളാണ്. ഒന്നൊരു കറുത്തടിമയും ഒന്നൊരു വെളുത്തടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പൊ സൽമാൻ അൽ ഫാരിസി പേർഷ്യയിൽ നിന്ന് പ്രഭു കുടുംബാണ്, രാജകുടുംബാണ്. അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് വരികയാണ്. അവിടെ പേർഷ്യക്കാര് തീ ആരാധിക്കുന്ന ആൾക്കാരാണ്, അഗ്നി ആരാധകരാണ്. അപ്പൊ സൽമാൻ അതിൽ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ രാജാവ് അതറിഞ്ഞു, ജയിലിലടച്ചു. അങ്ങനെ മോചിതനായി. ദീർഘമായ താരീഖാണ്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോ വഴിയില് അടിമയായി. കുറെ പുരോഹിതന്മാരെ കണ്ടു, അവരിന്നൊക്കെ പഠിച്ചു. അങ്ങനെ പോന്ന് കുറെ കാലം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 200 വർഷം കുറെ കാലം ജീവിച്ച് അതിന്റെ ഇടയിൽ അടിമയായി. അങ്ങനെ അടിമയായിട്ടാണ് മദീനയിൽ വരുന്നത്. മദീനയിൽ വരുമ്പോ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലെ അടിമയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ സൽമാൻ അൽ ഫാരിസി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം മുൻകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച 3 അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ഭക്ഷിക്കുകയില്ല. നബി തങ്ങൾ സ്വതക്ക തിന്നുമായിരുന്നില്ല, ഹദിയ തിന്നും. 1 സ്വതക്ക ഭക്ഷിക്കൂല, 2 ഹദിയ ഭക്ഷിക്കും. ഇതാണ് 2 തെളിവ്. അമ്പിയാക്കൾ ആരും സ്വതക്ക കഴിക്കൂല, ഒറ്റ നബിമാരും ഇല്ല. എല്ലാവരും ഹദിയ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ്. ബഹുമാനാർത്ഥം നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയാം. ആവശ്യം കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചോ നൽകുന്നതാണ് സ്വതക്ക. സ്വതക്കൊക്കെ വേണമെങ്കിൽ ഹദിയാക്കാൻ പറ്റും. എങ്ങനെ? എനിക്ക് ഇതിന് നമ്മളെ വക എനിക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞതിന് വേറെ ഇതിന്റെ വക എനിക്ക് ഹദിയാണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതാണ് നിബന്ധന. അതായത് ഒരു 100 റുപ്യ ഹദിയ കൊടുക്കുകയാണ്, സ്റ്റേജിമ കയറ്റിയിട്ട് എന്നാ എനിക്ക് നമ്മളൊക്കെ 100 റുപ്യ ഹദിയാന്ന് പറഞ്ഞാൽ ഹദിയാവൂല. എന്തേ? വാങ്ങണോന് പിന്നെ വല്ല അഭിമാനം ഉണ്ടാവുമോ? 100 റുപ്യ സ്റ്റേജിമ. അതൊക്കെ നമ്മളെ പരിപാടി. 5 കിലോ അരി ഉർത്തും,
അങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ, ഇങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ. ചിലപ്പം വേണ്ടി വരും കേട്ടോ, അനിവാര്യതയെ ഞാൻ നിഷേധിക്കുന്നില്ല. അടുത്ത കൊല്ലം നടക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ വേണ്ടി വരും. അനിവാര്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളി, സംഗതി ഇതാണെന്ന് പറഞ്ഞേ ഉള്ളൂ. വേണ്ടാന്നീ പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ ചെയ്താലേ അടുത്ത കൊല്ലം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സംഭവം ഇതാണ്, പിന്നെ ഹദിയ, സ്വതക്കയും ഹദിയും അവിടെയാണ് വേർതിരിയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് ചുറ്റി മടക്കിയിട്ട് ആരും കാണാതെ നമ്മളോ അതൊരു ഹദിയാണ് അവിടെ വെച്ചാൽ എന്ന് പറഞ്ഞാൽ, അതേ സമയത്ത് പരസ്യമായി കൊടുക്കേണ്ട ചില സാധനം ഉണ്ടാവും. +2 പരീക്ഷയിൽ ഫുള്ള് A+ കിട്ടി, 100 റുപ്യ ചുറ്റി മടക്കി നമ്മളോ ഒരു ഹദിയ എന്ന് പറയാൻ പറ്റില്ല. അതെന്ത് വേണം? നല്ലൊരു സാധനമൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റേജിമൊക്കെ കയറ്റിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം, എന്നാലേ ഹദിയാവുള്ളൂ. സമ്മാനം, അതാണ് ഹദിയ. അത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് സ്റ്റേജിമേ കയറിയിട്ട് 4 ആളെ കാണിച്ചിട്ട് തന്നെ കൊടുക്കണം. അതേ സമയത്ത് ഒരു 500 റുപ്യ കൊടുക്കുന്നത് ഇങ്ങനെ 4 ആളെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പൊ വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഹദിയയായി, വാങ്ങുന്നവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വതക്കയാവും. അതാണ് വ്യത്യാസം. ഇപ്പൊ രണ്ടും ആക്കാൻ പറ്റും. കൊടുക്കുമ്പോ അവനാ ഒന്ന് ചെറിയൊരു ശ്രദ്ധ വെച്ചാല് സ്വതക്കയേക്കാൾ എത്രയോ കൂലിയുള്ളതാണ് ഹദിയക്ക്. ഇനി ഹദിയേക്കാൾ കൂലിയുള്ള വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇന്നാളൊരാൾ ചോദിച്ചു എന്നോട്, ഹദിയേക്കാൾ കൂലിയുള്ള ഉണ്ടോന്നുണ്ട്. ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. എന്താ കാരണം? കടം എന്നത് അഭിമാനമുള്ള മനുഷ്യനുള്ള സഹായമാണ്. അഭിമാനമില്ലാത്ത ആളെന്താ ചോദിക്കുക? 1000 റുപ്യ തരുമോ എന്നാ ചോദിക്കുക. അഭിമാനമുള്ള ആളെന്താ ചോദിക്കുക? 1000 റുപ്യ കടം തരുമോ, ഞാൻ നാളെ തരാമെന്നാണ്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. ഇനി കടം കൊടുക്കണേനേക്കാൾ കൂലിയുള്ള വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. കടം കൊടുത്തത് തിരിച്ചു തരാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾക്ക് വന്നാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ കൂലിയാണ്. അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കും? മാശ്രയെ കണ്ട് വരട്ടെ, അവിടുന്ന് വാങ്ങാൻ വിചാരിക്കും. അവിടെ എന്താ വല്ല സ്ഥലക്കച്ചവടം എന്തുണ്ടല്ലോ മാശ്രയിൽ, അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്ത് കണ്ട ആ കൂലിയേറ്റാണ് പോവുകയാണെങ്കിൽ സ്വർഗത്തേക്കാണ് പോവാം. എന്നിട്ട് അത് അവിടുന്ന് വാങ്ങാൻ നടക്കുക. തരക്കടില്ല, ഓൻ തരാൻ ഉണ്ടായിട്ട് തരാവുകയാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവം ഉണ്ടാകുക. അധികം പൊളിഞ്ഞു പോകുന്നത് ഈ കാരം. തരാൻ കഴിയൂല, ഒരു നിലക്കും കഴിയൂല എന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്ത് കണ്ട ആ കൂലി പടച്ചോണ്ടിരുന്ന് വാങ്ങിക്കൂടെ നമുക്ക്. അപ്പം ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. കടം കൊടുക്കണേനേക്കാൾ കൂലി കിട്ടും അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേന്. അങ്ങനെയാണ് സംഗതി. ഈ ഫർദിനേക്കാൾ കൂലിയുള്ള ഒരുപാട് സുന്നത്തുണ്ട്. സക്കാത്തിനേക്കാൾ കൂലിയുള്ളതാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. അതേ സമയത്ത് സക്കാത്ത് ഫർദാണ്, ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാവും. ഹദിയ കൊടുത്തില്ലെങ്കിൽ ഹറാമാവില്ല, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമാവും. അതേ സമയത്ത് ഫളായിൽ കൂട്ടി നോക്കിയാലോ സക്കാത്തിനേക്കാൾ ഫളായിലുണ്ട് ഹദിയ കൊടുക്കണേന്. അങ്ങനെയാണ്. സലാം മടക്കൽ നിർബന്ധമാണ്, സലാം പറയൽ സുന്നത്താണ്. നിർബന്ധത്തെക്കാൾ കൂലിയുണ്ട് അവിടുത്തെ സുന്നത്തായ പറയലിന്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. അപ്പോ എങ്ങനെ തിരിച്ചു ചോദിച്ചാല് ഗിഫ്റ്റ് അല്ല എന്ന് ഉറപ്പല്ലേ? അതിന് വേറെ പേരിടേണ്ടി വരും. തിരിച്ചു ചോദിച്ചാൽ ഗിഫ്റ്റ് അല്ല എന്ന് ഉറപ്പ്. ആ കൊടുത്തത് ഗിഫ്റ്റ് അല്ല, അത് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടമാണ്. ശരിക്ക് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടം ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി അല്ലെങ്കിൽ നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന സ്വതക്കയും ഉണ്ട് കേട്ടോ. സ്വതക്കയുണ്ട്, അങ്ങനെ നിബന്ധനയോടുകൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടേ പരിഗണിക്കുള്ളൂ. ഹദിയ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. ഗിഫ്റ്റ് ആവണമെങ്കിൽ അത് അങ്ങനെ തന്നെ, അത് കയ്യൊഴിഞ്ഞ് കൊടുക്കൽ തന്നെയാണ് എന്ന് ഓർക്കാം. എന്തായാലും ആവട്ടെ. ഓന്റെ ഭാര്യക്ക് തന്നെ അല്ലേ? ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹദിയയാണല്ലോ. അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഹിക്മത്താണ്. സ്വതക്ക, ഹിബത്ത്, ഹദിയ, ആരിയത്ത്, ഖറള്, ഇനി വേറെ ഉണ്ട് ഇർസ്, ഗനീമത്ത്, ഫൈഅ്, ഇങ്ങനെ കുറേ സാധനമുണ്ട് വെറുതെ കിട്ടണ മുതല്. ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. ഇതിൽ തീരെ ബറക്കത്തില്ലാത്ത മുതൽ സക്കാത്താണ്.
ആ സമയത്ത് നിർബന്ധമാണ് കൊടുക്കല്. നിർബന്ധമായ ദാനമാണ്. കൊടുക്കല നിർബന്ധമാണ്, വാങ്ങലല്ല നിർബന്ധം. ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട്, വാങ്ങൽ നിർബന്ധമല്ല. സക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത്, പടച്ചോനെ സക്കാത്ത് വാങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം ബറക്കത്തുള്ള മുതലല്ല, അതുകൊണ്ടാണ് സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത്. ബറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും? തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയല്ലോ. ബറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇതിന്റെ നേരെ മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയുന്നത്. സക്കാത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടു മേലെ സ്വതക്കയാണ്. ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം. അതിന്റെ മേലെയാണ് ഹിബത്ത്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന. സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത്. സംഭാവന, പള്ളിക്ക് സംഭാവന, മദ്രസ എന്ന നല്ല വിചാരം, ആഖിറത്തിൽ കിട്ടണമെന്ന വിചാരം, അതാണ് നല്ല വിചാരം. സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം. മക്കൾ ഹിബത്താണ്. മക്കൾ സക്കാത്തല്ല, മക്കൾ സ്വതക്കയല്ല, മക്കൾ ഹദിയയുമല്ല. മക്കൾ ഏതാണ്? ഹിബത്താണ്. നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതാണ്. എവിടെയുണ്ട്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. സംഭാവന എന്ന് പറഞ്ഞാല് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. പള്ളിയുടെ മൂത്രപ്പര പൊളിച്ചു പണിയെടുക്കുകയാണ്. അപ്പൊ ഒരാചാര്യടുത്ത് നമ്മള് പിരിവിന് ചെന്നു, പള്ളിന്റെ മൂത്രപ്പര പൊളിച്ചു നേരാക്കുകയാണ്. അയാള് പറഞ്ഞു, ഒരു 50 ലക്ഷം ഉറുപ്പ്യന്റെ വകൻ തരാന്ന് പറഞ്ഞാല് എന്തേ ഇപ്പൊ പറ്റിയത് തോന്നൂലേ? നമുക്ക് തോന്നൂലേ? പള്ളിയുടെ അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണ്. അപ്പൊ ഒരു 50 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരാന്ന് പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാണിച്ചിട്ട് തന്നെയാണ്. ഇതെന്താ സംഭവം എന്നറിയങ്ങള്? എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ? മക്കളെ പറഞ്ഞിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടുക. മക്കൾ സംഭാവനയാണ്, ഭാര്യയും സംഭാവനയാണ്, അപ്പൊ ഭർത്താവും സംഭാവനയാണ്. അതെന്താ വെച്ചാല് ഈ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അറബി പ്രയോഗത്തില് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്ത് പുരുഷനെ മുന്തിച്ചാണ് പറയാ. അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞോടത്ത് പെണ്ണുണ്ടാവും. നാളിപ്പോ ഞാനൊരു നിക്കാഹിന് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ റഹിമല്ലാഹു മൻ ഗസ്സല വഗ്തസല, കുളിച്ചവനും കുളിപ്പിക്കുന്നവനും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാല് ജിമാ ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ കഴിച്ചിട്ട് പോകുമ്പോ ഒരാൾ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു, ജിമായി ചെയ്തോൾക്കോന്ന് ചോദിച്ചു. അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആണും പെണ്ണുള്ളടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പെണ്ണിനും കിട്ടും, അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം. അപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ടുക. ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും, പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും. ശരിക്കും മക്കളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പ്രശ്നം കാണാൻ പറ്റും. എന്തിനായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണ നിലയിൽ തോന്നും, നമുക്ക് പ്രായമായിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആകുമ്പോ മരുന്നെടുത്തരാൻ ഒരു കുട്ടി എന്നാണെങ്കിൽ ഒരു നഴ്സ് കുട്ടിനെ കിട്ടും. പിന്നെ ആ കുട്ടിനെ ജില്ലാ കളക്ടറാക്കി നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഓൻ നഴ്സ് കുട്ടിനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് കാരണം. ഇതാണ് ഹിബത്ത്. വിശദമായി പറയേണ്ടതാണ്, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന്റെ മേലെയാണ് ഹദിയ എന്ന് പറയുന്നത്. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. വെറുതെ കൊടുക്കുന്ന മുതൽ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നതോ തിരിച്ചു വാങ്ങുന്നതോ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ആവുകയില്ല. അതേ സമയത്ത് നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന ഒരു സംഗതി ചില ഇമാമുകൾ ഫിഖിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കടം കൊടുക്കലല്ലാതെ
നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കുഴപ്പം ഫളാഇൽ കുറവായിരിക്കും എന്നതാണ്. അപ്പൊ ഈ പറയപ്പെട്ട ഗിഫ്റ്റ് ഹിബത്തിന്റെ ഹദിയയുടെ അർത്ഥത്തിലുള്ള ഗിഫ്റ്റ് അതല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം അങ്ങനെ ഉണ്ട്. പക്ഷെ ഹദിയ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അങ്ങനെയല്ല. അത് ഒഴിഞ്ഞു കൊടുത്ത് തന്നെയാണ്, ഒരിക്കലും മടക്കി കിട്ടുന്നതല്ല. പിന്നെ അങ്ങനെയുള്ളതിന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും, ഒഴിഞ്ഞു കൊടുത്തതല്ലെങ്കിൽ. ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട്, ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലും പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് കച്ചവടം തുടങ്ങിയാലും എവിടേക്കും എത്തൂല എന്ന്. ഏതെങ്കിലും ഒരാളെ ഇടങ്ങേറായ മനുഷ്യന്റെ ശവത്ത് കുത്തല്ല കേട്ടോ, അല്ല ഇതിന്റെ കൂടെ പറയണ്ടേ. ഒരു വകയില്ലായിട്ട് ഓൻ പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് ഒരു പെട്ടിപ്പീട് തുടങ്ങിയതാണ്. ആ മൂല്യര് വന്നതിനാൽ പാക ശിപ്പായി അങ്ങനെ തോന്നണ്ടെന്നർത്ഥം. അതല്ല ഈ വർത്താനം, അതല്ല ഈ വർത്താനം എന്ന് പറഞ്ഞത്. ഇത് രണ്ടിലും ഒരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാല്, ഭാര്യയുടെ പണ്ടെടുത്തിട്ട് കച്ചവടം തുടങ്ങിയാല് പൊരുത്തപ്പെട്ട് തന്നതാണെന്ന് പറയേ ചെയ്യുള്ളൂ, പൊരുത്തപ്പെടൂല. പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്, വാപ്പ മരിച്ചിട്ട് മുതലോരിക്കുമ്പോ അടുക്കളയെന്ന് വിളിച്ചു പറയും, വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു, റോഡ് സൈഡിൽ 3 സെന്റ് അധികം ഉമ്മാക്ക് അളന്നിട്ടാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ്. പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഉണ്ട്, ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഖദീജ ബീവിയാ. ഖദീജ ബീവിയുടെ മുതൽ എത്രയായിരുന്നു എന്ന് ആദ്യം പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സൂപ്പർ മാർക്കറ്റാണ് ഖദീജ ബീവിക്ക്. എന്ത് സൂപ്പർ മാർക്കറ്റ്? ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ആൾക്കാരുണ്ടാവും, 40 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡവുമാണ് ഒരു കച്ചവട സംഘം. ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിൽ 40 ആളുണ്ട്. സാധാരണ ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ഒട്ടകപ്പുറത്ത് 40 ആളുണ്ടാവും, അത് 40 വീട്ടുകാരാണ്. ഖദീജ ബീവിയുടെ 40 ഒട്ടകപ്പുറത്തുള്ള 40 ആൾക്കാർ കൂലിക്കാരാണ്. അതാണ് കച്ചവടത്തിന്റെ വ്യത്യാസം. ഒരു കച്ചവട സംഘം പോകുമ്പോ 40 ആൾക്കാർ ഷെയർ ആയിരിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൽ 40 ഒട്ടകം ഉണ്ടെങ്കിൽ 40 ഒട്ടകപ്പുറത്തും കൂലിക്കാരാണ് ഇരിക്കുന്നത്, മുഴുവൻ ഖദീജ ബീവിയുടെ. അങ്ങനെ വർഷത്തിൽ 2 തവണയാണ് കച്ചവടത്തിനുള്ള യാത്ര, ഒന്ന് വേനൽക്കാലത്തും ഒന്ന് തണുപ്പ് കാലത്തും. അത്തരത്തിലുള്ള ഒരു കച്ചവട സംഘത്തിന്റെ ഉടമയല്ല ഖദീജ ബീവി, ധാരാളം കച്ചവട സംഘങ്ങളുടെ ഉടമയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി കല്യാണം കഴിച്ചു. ഖദീജ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചു 25-ാമത്തെ വയസ്സിൽ. അപ്പൊ ഖുറൈശികൾ ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി, എത്ര നല്ല നല്ല കല്യാണം വന്നതാ, എന്നിട്ട് ആ പെമ്പറന്നോട് സമ്മതിക്കാതെ വാപ്പി ഉമ്മയില്ല, സ്വത്തും മുതലുമില്ല, അങ്ങനത്തെ യത്തീംകുട്ടീനെ ഇപ്പൊ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഖദീജ ബീവി മക്കയിലെ പ്രധാനികളുടെ ഒരു ഭക്ഷണ സദ്യ ഒരുക്കി, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരോടും വരാൻ പറഞ്ഞു. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഖുറൈശികളെ, പ്രധാനികളെ, നാട്ടുകാരെ, ഒരു വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്ന് മുതൽ എന്റെ എല്ലാ മുതലും മുഹമ്മദിൻ്റെതാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ആയിഷ ബീവി ഖദീജ ബീവി വഫാത്തായതിനു ശേഷം മുത്തുനബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങളെന്താ എപ്പോഴും ഖദീജാനെങ്ങനെ പറയണത്, അതൊരു തള്ളയായിരുന്നില്ലേ, അതിനേക്കാൾ ഖൈറായ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിന്നാ, ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അശ്റകതനി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, ജനങ്ങൾ എന്നെ ഫഖീർ, മിസ്കീൻ, വാപ്പല്ലാത്തോൻ, മുതലില്ലാത്തോൻ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ അവളുടെ സമ്പത്ത് എനിക്ക് വിട്ടു തന്നിരിക്കുന്നു, അതിനാൽ ഖദീജയേക്കാൾ ഖൈറായ ഒരു സ്ത്രീയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ പേരാണ് ഹദിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറെന്തിനും ആ പേരിട്ടാൽ ഈ സാധനം ആവൂല. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് എന്ന് വെക്കാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമുക്കിവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇതില് പിന്നെ ഇർസ് എന്നുണ്ടൊരു സാധനം ഉണ്ട്, അനന്തരാവകാശം. അതിപ്പോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ്, ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാം.
ഈ അനന്തരാവകാശത്തിനൊരു ഹിക്മത്തുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതേമായി ഇപ്പൊ ഇതുവരെ ഇരുന്ന മാതിരി ഇരുന്നാലും മനസ്സിലാവില്ല. ഒന്ന് ഉഷാറായിട്ട് നേരങ്ങത്തിലിരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. സ്വതക്ക കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ്. ഹിബത്ത് കൊടുക്കുന്നതും ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ്. ഹദിയ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. സക്കാത്ത് കൊടുക്കുന്നത് ദാരിദ്ര്യമില്ലാതെയാക്കാൻ അന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, സമ്പന്നനെ ദാനം പഠിപ്പിക്കാനാണ്. ഇനി ഇതിന് ഒന്നുമല്ല അനന്തരാവകാശം. ഈ പറഞ്ഞ ഒന്നിനുമല്ല. ഏത്? ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, ബഹുമാനാർത്ഥമല്ല, ഒന്നുമല്ല. അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം, അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ്. അനന്തരാവകാശത്തിൽ സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാല്, ഇർസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം. അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല, ബാധ്യത സ്ഥിരപ്പെടുത്തലാണ്. ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ. ചിലത് പറഞ്ഞു പെടുക എന്ന് പറഞ്ഞാൽ അത് പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും എന്തൊന്നും ശ്രദ്ധിക്കുക. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. ഒരാൾ മരിച്ചു, അയാൾക്ക് മുതലൊന്നുമില്ല, 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല. അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട്. ജ്യേഷ്ഠന് ഒരു ആൺകുട്ടിയുമുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. നല്ലോണം ആലോചിക്കണേ. ഒരാൾ മരിച്ചു, അയാൾക്ക് ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികളുണ്ട്. അയാളെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്, ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയുണ്ട്, 2 പെൺകുട്ടിയുണ്ട്. അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി 2 പെൺകുട്ടികൾ, ജ്യേഷ്ഠനൊരു മോന്, ജ്യേഷ്ഠന് 2 പെൺകുട്ടികൾ. അയാൾക്കൊരു മുതലുമില്ല. അയാളെ കഫംപുട ആര് വാങ്ങണം? ജ്യേഷ്ഠന്റെ മകൻ വാങ്ങണം. അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം? ജ്യേഷ്ഠന്റെ മകൻ വീട്ടണം. അതൊരു പെണ്ണാന്ന് വിചാരിക്കുക. കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം? ആങ്ങളയുടെ ജ്യേഷ്ഠന്റെ മകൻ കൈ കൊടുക്കണം. എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഓനനല്ലേ കൊടുക്കണ്ടേ? ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്മത്ത്. അത് അവകാശം, അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത്. ദാരിദ്ര്യ നിർമാർജനമല്ല. മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് കൊടുക്കണം. ഹയാത്ത് കാലത്ത് കൊടുക്കണം. ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസിയത്ത് ചെയ്യണം. വസിയത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട്. 3/2 അല്ലെങ്കിൽ 3/1 വസിയത്ത് സഹിയാവുള്ളൂ. ബാക്കി അല്പം ബാക്കി നിർത്തും സഹിയാവാതെ. എന്താ കാരണം? ഇയാൾക്കൊരു പേടി ഉണ്ടായില്ലേ കൊടുക്കാൻ? ആ പേടി തന്നെ കാരണം. നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോന്ന് അറിയില്ല. കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടായല്ലോ, ആ പേടി ശരീഅത്തിനുണ്ട്. അതുകൊണ്ടാണ് മുഴുവത്തിലും സഹിയാവൂല എന്ന് പറഞ്ഞതിന്റെ കാരണം. ഇയാൾക്ക് എന്തേ പേടി? അയാൾ മരിച്ചാൽ ആരാ നോക്കുക? അയാളെ കാര്യങ്ങൾ കടാരാ വീട്ടുക? കഫൻ തുണി ആരാ വാങ്ങുക എന്നല്ലേ? ഖബറിന്റെ പൈസ ആരാ കൊടുക്കാതെ? ആ പേടി ശരീഅത്തിലുള്ളത് കൊണ്ടാണ് മുഴുവത്തിലും വസിയത്ത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം. അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ അല്ല, ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം. ജ്യേഷ്ഠന്റെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവൂല. എന്താ കാരണം? ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഓര് കടം വീട്ടണ്ട, അതന്നെ കാരണം. ആൺകുട്ടിയെ വീട്ടേണ്ടതുള്ളൂ, അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം. പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരീഅത്ത് ഒരു ആനുകൂല്യം വെക്കുന്നുണ്ട്. സ്വന്തം പെൺകുട്ടികൾക്ക് മുതൽ തടയില്ല. ബാക്കി എവിടെയും ഇപ്പൊ ജ്യേഷ്ഠന് ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടൂല, ആൺകുട്ടിക്ക് കിട്ടുള്ളൂ. അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല, സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല. അത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ്. വേറെ ഒരു ആനുകൂല്യവും അതിൽ വെച്ചിട്ടില്ല. ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത്. അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ്. ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവര് കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ തീർന്നു പോണുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാല്,
ഈമാൻ നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് നബിനെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ കാലം ഞാൻ ഇതിങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ടേ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്റെ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ സാധാരണത്തെ വല്ല സ്ഥാപനമല്ല. ബിരുദധാരികൾ, ഫൈസി, ദാരിമി, ബാക്കവി, റഹ്മാനി ഒക്കെ ആയ ആൾക്കാര്, അതേമാതിരി ഭൗതിക രംഗത്ത് ബിരുദമുള്ളവര്, പ്രഭാഷണങ്ങൾ നടത്തുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഖദറിലുള്ള വിശ്വാസം, എന്താണ് അനന്തരാവകാശ നിയമം, എന്താണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ, ഇങ്ങനെ കുറെ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിയിട്ട് നടത്തുക. അതാണ് പരിപാടി. അപ്പൊ അതിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം, മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ, മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്റെ മുദ്രാവാക്യം. ദ്വാരക്കണം എന്ന് പറയാനാണ്, അല്ല ഒന്നും പറയാനല്ല. എന്താ പഠിച്ചോനെ ഇയാൾ പറയാൻ പോണെന്നൊന്നും വിചാരിക്കണ്ട. ദ്വാരക്കണം അത്രേ പറയുള്ളൂ. സംഗതി നടന്നോളും, നിങ്ങൾ ദ്വാരക്കണം അത്രേ പറയാനുള്ളൂ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്റെ കൂടെ മദ്രസയെ പഠിച്ചിരുന്ന ഹഫ്സ എന്ന ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടു. മയ്യത്തെടുത്ത് മയ്യസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഒരു ഫാത്തിഹങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. മുഅ്മിനീങ്ങളെ, നമ്മളിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്നിട്ടുണ്ടാവും. ചില കഥയൊക്കെ ഇങ്ങനെ മുഴുവനാക്കാത്തൊക്കെ ഉണ്ടാവും. അതിലിപ്പോ ഒന്നും വിചാരിക്കണ്ട നിങ്ങള്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വരുമല്ലോ, അപ്പൊ നമുക്ക് മുഴുവനാക്കാം. എന്തായാലും ഇപ്പോ ഡീസൽ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം. എങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ ഈത്തപ്പന മരത്തുമെന്ന് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു. അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നഹനു മആശിറൽ അംബിയ, ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം, ലാ നഅ്കുലു സ്വതക്ക, സ്വതക്ക തിന്നൂല. അങ്ങനെ മൂപ്പര് മടങ്ങി. രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴത്തിട്ട് ഇത് ഹദിയയാണ് എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു. അപ്പൊ വാങ്ങിയിട്ട് 3 കഴിച്ച് ബാക്കി വിതരണം ചെയ്തു. ഇനി സൽമാൻ അൽ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു. പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്ത് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഖാത്തമുൻ നുബുവ്വ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മൂപ്പര് മനസ്സിലാക്കിയിരുന്നു, അത് പഠിക്കണം. നബി തങ്ങളുടെ തോളില്, ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസകഷ്ണം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഖാത്തമുൻ നുബുവ്വ. പക്ഷെ ആരും കണ്ടിട്ടില്ല. സംഭവം ഉണ്ട്. എന്തുകൊണ്ട് കണ്ടിട്ടില്ല? നബി തങ്ങൾ കുപ്പായമിടാതെ നടക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷർട്ട് ഇടാതെ നടക്കൂല. എപ്പോഴും കമ്മീസ് ധരിക്കും, എന്തെങ്കിലും ധരിക്കും. ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ടേ നടക്കുള്ളൂ, കാണൂല. അങ്ങനെ ഇരിക്കെ സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു, വഫാത്തായി. സൽമാൻ ഫാരിസി അവിടെ ചെന്നു. ഖബർ കളക്കാൻ നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ മുത്തുനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർക്ക് ഇറക്കാനും ഉണ്ട്. അവിടുന്ന് എന്തായാലും കുപ്പായം കഴിക്കുമെന്ന് കരുതിയെന്ന് അവിടെയും കഴിച്ചില്ല. അപ്പൊ സൽമാൻ ഫാരിസി ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, കാണാണ്ടോ. കുപ്പായ കഴിച്ചാലല്ല കാണാൻ. പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, കാണാണ്ടോ. എവിടെ വന്നിട്ട് കാണാനില്ല. മറവ് ചെയ്യൽ കഴിഞ്ഞു. എല്ലാരും പോയപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, സൽമാൻ അല്ല എന്ന് ചോദിച്ചു. അതിനു മുമ്പ് പരിചയപ്പെട്ടൊന്നുമില്ല. സൽമാൻ അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ബാർമാർ ഇതല്ലേ നോക്കണേ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ദീനിക്കണ് വന്നു. ഇനി എങ്ങനെ പോവുക? നബി തങ്ങളെ മനസ്സിലാക്കിയാലാണ് ഈമാൻ ഉറക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനണ്ട് ഉറക്കണോ,
മുഹമ്മദ് നബിനോട് മനസ്സിലാവണം എന്നതാണ്. അതങ്ങോട്ട് മനസ്സിലായി സയ്യിദുന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോ ജൂതനായ യജമാനന് ദേഷ്യം കൂടി. അപ്പോ കൂടുതൽ പ്രയാസമുള്ള ജോലിയൊക്കെ കൊടുക്കൽ തുടങ്ങി. ഒരു ദിവസം സയ്യിദുന സൽമാനുൽ ഫാരിസി മദീനത്തെ പള്ളിയിൽ വന്നു. മുസ്തഫായ നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊന്ന് സ്വതന്ത്രനാകണം നബിയെ, അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അങ്ങനെ കച്ചവടാക്കാൻ വേണ്ടി പോയി നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാന്റെ മുതലാളിയോട് ചോദിച്ചു, സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചു. വിൽക്കൊക്കെ ചെയ്യാ, എന്താ തരണ്ടെന്ന് ചോദിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ പറമ്പില് 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നട്ട് നനച്ചുണ്ടാക്കി വലുതാക്കിയിട്ട് 300 എണ്ണത്തും വന്ന് ഈത്തപ്പഴം പറിച്ചെന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റു അതാ കച്ചവടം. നമ്മൾ വിചാരിച്ച കച്ചവടം എന്നല്ല, ഏറ്റിട്ട് പോന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സൽമാൻ മോചിതനാവണം, അതിന് ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞു. എല്ലാരും ഓരമരം, ഈ 2 മരം, 3 മരത്തെ സ്പോൺസർ ചെയ്തു. 300 എണ്ണാക്കി. സൽമാനോട് പറഞ്ഞു, പോയിട്ട് 300 കുയ്യുത്തി കൂളിയറു. സൽമാൻ റളിയല്ലാഹു അൻഹു പോയിട്ട് 300 കുയ്യുത്തി. അങ്ങനെ നബി തങ്ങൾ 300 ഈത്തപ്പഴം ചെന്നു. ബിസ്മി ചൊല്ലിയിട്ട് ഓരോന്നും കുഴിച്ചിട്ടു. സാധാരണ ഈത്തപ്പന മരം കായ്ക്കാൻ 9 വർഷം വേണമെന്നാണ്. പക്ഷേ ഈ ഈത്തപ്പന മരങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് കായ്ച്ചു. 299 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു, ഒന്ന് കായ്ച്ചില്ല. ജൂതം പറഞ്ഞു, നടക്കൂല. നമ്മളെ 300 കരാറ്, 299 അല്ല. ഒരെണ്ണം കായ്ച്ചില്ല. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഈത്തപ്പന ഓരോന്നിങ്ങനെ കുഴിച്ചിട്ട് കണ്ടപ്പോ എളുപ്പയിക്കോട്ടെ എന്നിട്ട് അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതിന് പറിച്ചിങ്ങാണ്ട് ആയിക്കെന്നാണ് കുഴിച്ചിട്ടു ബിസ്മി ചൊല്ലിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്തിട്ട് മോചിതനായ ആളാണ് സയ്യിദുന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈമാൻ നിൽക്കുള്ളൂ കേട്ടോ. അതട്ട് മനസ്സിലായാൽ ആന തമ്മ് കുത്തിയാലും ഈമാൻ പോകില്ല. ഓൻ സുന്നല്ലാതൊട്ട് ആവൂല്ല. മുഹമ്മദ് നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാലേ സുന്നല്ലാതാവൂല. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അഖബി.